പച്ചയല്ല, ഇളം പച്ച കളറിലെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ കാണുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭവനത്തിൽ. ഈ ഒരു സമയമാണ് ഞാൻ കാണുന്നത്. എന്നോട് ഒരു വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, ആ പെൺകുട്ടിക്ക് വേണ്ടി വേഗത്തിൽ എന്ന് പ്രാർത്ഥിക്കുവാൻ, അവളുടെ ഭാവിയെ, കുടുംബത്തെ മുഴുവനും സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഞാനൊരു വാക്ക് കർത്താവിനോട് ഇങ്ങനെ ഒരു വാക്ക് കർത്താവ് എന്നെ കേൾപ്പിക്കുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് വരുന്നതായിട്ട് കർത്താവിൻ്റെ ഒരു കാഴ്ച കാണിക്കുകയാണ്. ആ വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അനുകൂലമായ ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലായിട്ട് ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലേക്ക് സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞങ്ങളെ വീടാണ് പച്ച കളർ നൈറ്റി ഇട്ടിങ്ങനെ എന്റെ അമ്മയാണ്. പിന്നെ ഷാജി എന്ന് പറയുന്ന അമ്മയുടെ സഹോദരനാണ്. 2017 ഇവിടെ നിന്ന് പോയതാണ്. എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല അങ്കിള്. അപ്പൊ ഞങ്ങളിങ്ങനെ കാണാനില്ലെന്നൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്നോട് ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, ഇല്ല. ഞങ്ങൾക്ക് ഇത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. ഷാജി എന്നാണ് പേര്. 2017 പോയതാണ് മിസ്സിംഗ്. ഇപ്പൊ അമ്മ ഈ വസ്ത്രം, ഈ പറഞ്ഞു വെക്കുന്ന വസ്ത്രം ഇട്ടാണോ ഇരിക്കുന്നത്? പച്ച നൈറ്റിയാണ് ഇട്ടിരിക്കുന്ന അമ്മ. എത്ര പേര് ഈ ആലോചന കേട്ടു? എത്ര പേര് കേട്ട്? ഇന്ന് യേശു ഇന്ന് എൻ്റെ അർത്ഥം ബ്രദറെ, ഇന്നത് സിസ്റ്ററെ കേട്ടോ? ആ കാണാതെ പോയത് നല്ല ദൈവം അത് തൊട്ട് കേട്ടോ, കർത്താവിന് തൊട്ടു. ഇന്ന് എനിക്കറിയാം, നിങ്ങളെല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. 1-2 ആൾക്കാർ മാത്രമേ ഈ സൂമിൽ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ. അവരൊന്നും വീഡിയോ ഓൺ ആക്കിയിട്ട് പോലുമില്ല. പക്ഷേ കർത്താവിനോട് നമ്മൾ ചില അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നത് നമ്മളെ ദൈവം തൊടുവാണ്. കർത്താവിനോട് പറഞ്ഞു, ആ പച്ച വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവം തൊടുവാണ്. ഷാജീനെ കർത്താവ് ആ ഭവനത്തിലേക്ക് ഒരു നന്മയായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അവർ നഷ്ടപ്പെട്ട് കാണാതെ പോയതാണ്. പക്ഷേ കർത്താവ് പറയുന്നത് തിരികെ വരാൻ വേണ്ടി പോകട്ടെ സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. കർത്താവ് നമ്മളിലൂടെ പ്രവർത്തികൾ. ഈ വചനമെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ കേൾക്കുന്ന വചനമൊന്നും വിശ്വാസത്താൽ, ഇത് നിങ്ങൾ ബുദ്ധിയോടെ ചിന്തിച്ചാൽ എങ്ങനെയാണ് ബ്രദറിന് ഇത് അറിയാൻ പറ്റുന്നത്? ആ സഹോദരി ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും ഞാൻ അറിയാൻ ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, ഇല്ല. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് വലിയൊരു അത്ഭുതം നടക്കാൻ വേണ്ടി 2025 ആമേൻ ഏറ്റെടുത്തോ? ഇന്ന് ആ സഹോദരൻ മടങ്ങി വരും. അവൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ യേശുവിൻ്റെ നാമത്തിൽ അവൻ അനർത്ഥം വന്നിട്ടില്ല. പക്ഷെ അവൻ മടങ്ങി വരും. ഈ ദിവസങ്ങളിൽ അത് ഏറ്റെടുത്തോണം. ആലോചന ഏറ്റെടുക്കുമ്പോൾ തന്നെ വലിയൊരു അതിശയമായിട്ട് തന്നെ കർത്താവ് അത് മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് ഇതിൻ്റെ അകത്ത് ആർക്കും, ഞാൻ പറഞ്ഞില്ല, ഈ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങളെ കയറ്റിയ ദൈവം വിശ്വസ്തനായി. ഇതിൻ്റെ അകത്ത് ഏത് ബ്രദർ ഇരുന്ന് പറയുന്നുള്ളതല്ല, ആരാണിത് പറയുന്നുള്ളതല്ല. ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച് ഇനിയും കർത്താവ് നമ്മുടെ ആഴമായി തൊടും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വാക്ക് പറയുകയാണ്. നിമ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഞാൻ നിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവോട് പറയുകയാണ്, നിമ്മിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഞാനൊരു വ്യക്തിയെ പറ്റി കേൾക്കുവാണ്. നിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ അതോടൊപ്പം തന്നെ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ജോർജിൻ്റെ കണക്ഷനെ കർത്താവ് എന്നെ കാണിക്കുവാണ്. നിമ്മിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തന്നെ കർത്താവോട് പറയുന്നു, ആ നിമ്മി നിൽക്കുന്ന ആ സ്ഥലത്തു നിന്നും മാറി, അവിടെ നിന്ന് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതും ആ കുടുംബവും നിങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനെ ചെയ്യുവാൻ വേണ്ടി പോവാണ്. ഒരു സന്തോഷ വാർത്ത കർത്താവ് കേൾപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആഴങ്ങളിലേക്ക് അത് പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്നവർ ഏറ്റെടുത്തോണം. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ യേശുവിൻ്റെ നാമത്തിൽ അയക്കുന്ന കർത്താവെ, അത്ഭുതകരമായ പ്രവൃത്തികളെ റിലീസ് ചെയ്യുന്നപ്പോൾ തടസ്സങ്ങൾ ഇന്ന് മാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ പുതുവഴി അവിടെ തുറക്കുന്നതിന് നന്ദി. അത്ഭുതകരമായ പ്രവൃത്തികളെ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ഇന്ന് സൂമിലും ലൈവിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ആലോചന കേൾക്കുന്നവരെല്ലാം ഏറ്റെടുത്തോണം. നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്നു മുതൽ എൻ്റെ വിശ്വാസം പറയുന്നത് എന്തെങ്കിലും കേട്ടണം. എൻ്റെ വിശ്വാസം പറയുന്നത് എന്താണോ അതേ ഞാൻ പറയത്തുള്ളൂ.
ഞാൻ കേൾക്കുന്നതേ വിശ്വസിക്കത്തുള്ളൂ, അതേ ഞാൻ പറയത്തുള്ളൂ. ശ്രദ്ധിച്ചോണം, കാണുന്നത് എന്നെ സങ്കടപ്പെടുന്നതായിരിക്കും, എന്നെക്കൊണ്ട് രോഗത്തെ പറയിപ്പിക്കുന്നതായിരിക്കും. ഞാൻ പറയത്തില്ല. ഒന്ന് തീരുമാനമെടുത്താൽ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കുവാൻ തുടങ്ങും. അന്നു മുതൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ മുതലാണിത് പ്രവർത്തിക്കുവാൻ. ഒന്ന് ധരിച്ചു നോക്കി, ശതാധിപൻ പറയാൻ തുടങ്ങി, ഇന്നു മുതൽ എൻ്റെ ബാല്യക്കാരൻ രോഗിയല്ല, യേശുവിൻ്റെ വാക്കേൽ അവന് സൗഖ്യം വന്നിരിക്കുന്നു. ഈ സമയത്ത് രോഗികളായി സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ, ഞാൻ ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറയട്ടെ. രോഗിയെ സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന സൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. സൗഖ്യം ലഭിച്ചവർക്ക് വേഗത്തിൽ പറയാനുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, നാളെ മാത്രം യൂട്യൂബിലാണ്. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ ഇതേ സമയത്ത് സൂമിൽ തന്നെയാണ്. നാളെ മാത്രം ഇതിലാണ്, യൂട്യൂബിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും വേദന വിട്ടുമാറിയവരുണ്ടെങ്കിൽ, രോഗസൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ സാക്ഷ്യത്തിനുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് സാക്ഷ്യം പറയാനുള്ളവർക്ക് പറയാം. മ്യൂട്ടുകളെ മാറ്റി നിങ്ങൾക്ക് മാക്സിമം ചുരുക്കം വാക്കുകളിൽ നിങ്ങൾ പറയണം. സാക്ഷ്യമുള്ളവർ ഇപ്പം തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ മ്യൂട്ട് മാറ്റുമ്പോൾ, വേദന മാറിയവർ, രോഗം അനുഭവിച്ചിട്ട്, നിങ്ങളിപ്പം രോഗം മാറിയവരുണ്ടെങ്കിൽ എത്ര കൊല്ലമായി, ചില കുറേ കാലമാണല്ലോ, നിങ്ങൾ എന്തിനത് പറയിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ രോഗികളായിരിക്കുന്ന അനേകർ കേൾക്കുന്നുണ്ട്. ആ രോഗിയായിട്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ഈ പറയുമ്പോൾ 5, 6, 4, 3 വർഷമൊക്കെ ആയിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ മാസങ്ങൾ രോഗിയായിട്ടിരിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പം അവർക്കും വിശ്വാസം വരികയാണ്. എനിക്കും എൻ്റെ യേശു എന്നെയും സൗഖ്യമാക്കും എന്നൊരു വിശ്വാസമാണ്. ഈ സമയത്ത് സൗഖ്യമായെന്ന് ഉറപ്പുള്ള, പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ. ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ഞാൻ എൻ്റെ പേര് ജെസ്സി എന്നാണ്. എനിക്ക് കുറെ ആഴ്ചകളായിട്ട് എൻ്റെ കൈക്ക് ഭയങ്കര വേദന, എൻ്റെ നക്കിൾസിനൊക്കെ ഭയങ്കര വേദനയാണ്. എന്തെങ്കിലും അരിയുമ്പോഴും ഒക്കെ സ്ലൈറ്റ് സ്വെല്ലിങ് വരാറുണ്ട്. എന്നിട്ട് ഞാൻ പ്രാർത്ഥന സമയത്തൊക്കെ ഇരുന്ന് കയ്യിൽ തൊട്ട് പ്രാർത്ഥിക്കും, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം ലഭിച്ചെന്ന്. എന്നിട്ട് ഇന്നലെ ഞാൻ കുറേ വെജിറ്റബിൾ അരിഞ്ഞിട്ടും എനിക്ക് അങ്ങനെ വേദനയില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പം ശരിക്കും എൻ്റെ കൈയുടെ വേദനകളെല്ലാം മാറി. ഐ പ്രേസ് ഗോഡ് ഫോർ ദാറ്റ്. പൂർണ്ണ സൗഖ്യം കിട്ടിയോ? 3 മാസമായി എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല. അപ്പോൾ അതിൻ്റെ പ്രയാസമെല്ലാമായിട്ട്, പിന്നെ ഈ ഹെൽത്തിന് എനിക്ക് ഒരു പ്രയാസം വന്നപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പുതുതായിട്ട് വന്ന സ്ഥലത്ത് മെഡിക്കലും ഒക്കെ പ്രയാസമല്ലേ. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം പാസ്റ്റർ പറഞ്ഞ് കൈ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്നിപ്പം ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നപ്പം എൻ്റെ കൈയുടെ വേദന മാറി. ആമേൻ. പൂർണ്ണ സൗഖ്യമായ സ്ത്രീകത്. യെസ്. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സ്ത്രീ. കർത്താവ് തൊട്ടതിന് നന്ദി. ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. എനിക്ക് ഇന്നലെ നടുവിന് വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച സമയത്ത് നല്ല വേദനയായിരുന്നു. അന്നേരം തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. മറ്റൊരു സാക്ഷ്യം, ബ്രദർ മുമ്പേ പറഞ്ഞില്ല, സെപ്റ്റംബർ 9 ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത്. ഹലോ, എന്റെ ജന്മദിനം സെപ്റ്റംബർ 9. ബ്രദർ പറഞ്ഞ അടയാളങ്ങളെല്ലാം ഉണ്ട്. കാരണം ഷെൽഫും ഡൈനിങ് ടേബിളും അടുക്കളയും എല്ലാം എൻ്റെ വീടിൻ്റെതും കൂടിയാണ്. അപ്പം ഞാനത്